രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. വളരെ വീരനായിരിക്കുന്ന രാമ, ചിരഞ്ജീവ അഭിരക്ഷിത, ഈ പുണ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് നിന്നെ രക്ഷിക്കട്ടെ. അതിന്റെ ആ രക്ഷാവലയത്തില്, സുരക്ഷിതത്വത്തില് നീ ദീർഘായുസ്സായിട്ട് ഈ ഭൂമിയില് ജീവിച്ചിരിക്കട്ടെ. അല്ലയോ ശ്രീരാമചന്ദ്ര, ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത വസ്തുക്കളും, മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും സൂര്യചന്ദ്ര നക്ഷത്രാദികളും നദികളും സമുദ്രങ്ങളും മണൽത്തരികളും പർവ്വതങ്ങളും പാറക്കെട്ടുകളും ഓരോന്നോരോന്നായിട്ട് പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കൗസല്യ. അതാണ് വേദമന്ത്രങ്ങൾ നമ്മുടെ കാതുകളിൽ അനുരണനം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ സർഗം പൂർണ്ണമായിട്ട് വായിക്കുന്നില്ല, ഏതാനും ശ്ലോകങ്ങൾ മാത്രം പറഞ്ഞിട്ട് കടന്നു പോവാണ്. ഇതുവരെയും എല്ലാ സർഗങ്ങളും ആ പ്രകാരത്തിലായിരുന്നു. അല്ലയോ കുഞ്ഞെ, പതംഗ പന്നക സിംഹ ത്വാം രക്ഷന്തു നരോത്തമ. അല്ലയോ മനുഷ്യശ്രേഷ്ഠ, പതംഗങ്ങൾ, ശലഭങ്ങൾ നിന്നെ രക്ഷിക്കട്ടെ. അതേപോലെ തന്നെ പന്നകങ്ങൾ, പാമ്പുകൾ നിന്നെ രക്ഷിക്കട്ടെ. സിംഹങ്ങൾ നിന്നെ രക്ഷിക്കട്ടെ. അങ്ങനെ ഈ ലോകത്തിലെ എല്ലാവർക്കും ഭയത്തെയും ഉപദ്രവത്തെയും വിതറുന്നവയെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഈ ജീവരാശികളെല്ലാം നിന്നെ രക്ഷിക്കട്ടെ. സ്വസ്തി സാധ്യാശ്ച വിശ്വേച്ച മരുതശ്ച മഹർഷിഭി. നിനക്ക് മഹർഷിമാരിൽ നിന്നിട്ട് മംഗളം ഉണ്ടാകട്ടെ, മരുത്തുക്കളിൽ നിന്നിട്ട് ദേവന്മാരിൽ നിന്നിട്ട് മംഗളം ഉണ്ടാകട്ടെ, വിശ്വേദേവന്മാരിൽ നിന്നിട്ടും മംഗളം ഉണ്ടാകട്ടെ, സാധ്യന്മാരിൽ നിന്നിട്ടും നിനക്ക് മംഗളം ഉണ്ടാകട്ടെ. സ്വസ്തി ധാതാ വിധാതാച സ്വസ്തി പൂഷ ഭഗവരീയമ്മ. ഇങ്ങനെ ഓരോരുത്തര് നിനക്ക് സ്വസ്തി നൽകട്ടെ, മംഗളം നൽകട്ടെ, സൗഖ്യത്തെ നൽകട്ടെ, ശ്രേയസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ധാതാവ്, അതേ ബ്രഹ്മാവ്, വിധാതാവ്, അതേപോലെ തന്നെ പൂഷാവ്, പൂഷാവ് സൂര്യൻ, ഇങ്ങനെ ആര്യമ സൂര്യൻ, സൂര്യന്റെ തന്നെ അനേകം ഭാവങ്ങൾ പ്രത്യേകമായിട്ട് കൗസല്യ എടുത്തു പറയുന്നത് നമുക്ക് കേൾക്കാം. അവരെല്ലാം നിനക്ക് മംഗളത്തെ നൽകട്ടെ. ലോകപാലാശ്ച തേ സർവേ വാസവ പ്രമുഖാസ്തഥ. ലോകപാലന്മാരെല്ലാവരും അല്ലയോ രാമ നിന്നെ രക്ഷിക്കട്ടെ. അതേപോലെ ദേവേന്ദ്രൻ, വാസവൻ, ദേവേന്ദ്രൻ തുടങ്ങിയതായ എല്ലാ ദേവന്മാരും നിന്നെ രക്ഷിക്കട്ടെ. ഋതവ ഷഡ്ചതേ സർവേ മാസ സംവത്സരാക്ഷപ. 6 ഋതുക്കളും നിന്നെ രക്ഷിക്കട്ടെ. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം എന്നിങ്ങനെ 6 ഋതുക്കൾ. ഉത്തരേന്ത്യയിൽ ഇത് 6ഉം പ്രകടമാണ്. ദക്ഷിണേന്ത്യയില് സമുദ്രത്തിന്റെ സാമീപ്യം മൂലവും ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്നതുകൊണ്ടും 4 വളരെ പ്രകടമായിട്ട് കാണുക. ഹേമന്തവും ശിശിരവും എല്ലാം ഒന്നായിട്ട് ഇങ്ങനെ മാറിപ്പോകുന്നു. അങ്ങനെ ഋതുക്കൾ, ഋതവ ഷഡ്ച, 6 ഋതുക്കളും നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്നെ രക്ഷിക്കട്ടെ. എല്ലാ കാലഘട്ടത്തിലും നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്നർത്ഥം. 12 മാസങ്ങളാണ് ഓരോ ആണ്ടിലുമുള്ളത്. ഈ 2 മാസം വച്ചിട്ട് ഋതുക്കൾ മാറി മാറി വരുന്നു. ഒരു ഋതു ക്രമേണയാണ് വേറൊരു ഋതുവിലേക്ക് സംക്രമിക്കുന്നത്. അങ്ങനെ ഈ 6 ഋതുക്കളും മാറി മാറി വരുമ്പോൾ അതനുസരിച്ചിട്ട് പ്രകൃതിയിലും മാറ്റം ഉണ്ടാകുന്നു. ആ അവസരത്തില് കാലാവസ്ഥ, അന്തരീക്ഷം, മഴ, വെയില്, ചൂട്, തണുപ്പ് തുടങ്ങിയവരെല്ലാം മാറ്റം വരുന്നു. അതേപോലെ പൂക്കുകയും
ഫലിക്കുകയും ചെയ്യുന്ന വൃക്ഷങ്ങൾക്കും വള്ളികൾക്കും ഒക്കെ മാറ്റം വരുന്നു. അതിനനുസരിച്ച് മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം രീതികളും മാറി മാറി വരുന്നു. അങ്ങനെയുള്ള വൈവിധ്യമാർന്ന പ്രകൃതി അനുഭവങ്ങളെ ഉളവാക്കുന്ന ഈ ഋതുക്കളെല്ലാം നിനക്ക് അനുകൂലമായിരിക്കട്ടെ. മാസങ്ങൾ 12 മാസങ്ങളും നിനക്ക് അനുകൂലമായിരിക്കട്ടെ. സംവത്സരാഹ വർഷങ്ങൾ നിനക്ക് 14 വർഷം അവിടെ പാർക്കേണ്ടതുണ്ട്. ഈ വർഷങ്ങളെല്ലാം നിനക്ക് അനുകൂലമായിരിക്കട്ടെ. നിന്നെ അനുഗ്രഹിക്കട്ടെ. രാത്രി നിന്നെ അനുഗ്രഹിക്കട്ടെ. പകല് നിന്നെ അനുഗ്രഹിക്കട്ടെ. ദിനാനിച്ച മുഹൂർത്താശ്ച പകലുകൾ നിന്നെ അനുഗ്രഹിക്കട്ടെ. മുഹൂർത്തങ്ങൾ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇവയെല്ലാം സ്വസ്തി കുർവന്തു തേ സദാ നിനക്കെപ്പോഴും സ്വസ്തിയെ നൽകട്ടെ. സപ്തർഷയോ നാരദാശ്ചത്തെ ത്വാം രക്ഷന്തു സർവതഃ സപ്തർഷിമാർ നിന്നെ രക്ഷിക്കട്ടെ. നാരദൻ നിന്നെ രക്ഷിക്കട്ടെ. സ്കന്ദച്ച ഭഗവാൻ ദേവ സോമശ്ച സ ബൃഹസ്പതി ദേവനായിരിക്കുന്ന സ്കന്ദൻ സുബ്രഹ്മണ്യൻ നിന്നെ രക്ഷിക്കട്ടെ. അതേപോലെ തന്നെ ദേവനായിരിക്കുന്ന ചന്ദ്രൻ ബൃഹസ്പതിയോടൊപ്പം ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയോടൊപ്പം നിന്നെ രക്ഷിക്കട്ടെ. ദ്യൗരന്തരീക്ഷം പൃഥിവി വായുശ്ച സചരാചര ആകാശം, അന്തരീക്ഷം, ഭൂമി, വായു എല്ലാ ചരാചരങ്ങളും നിനക്ക് അനുകൂലമായിരിക്കട്ടെ. ശൈലാഹ സർവേ സമുദ്രാശ്ച രാജാ വരുണയേവച എല്ലാ പർവ്വതങ്ങളും നിന്നെ അനുഗ്രഹിക്കട്ടെ. മഹേന്ദ്രോ മലയസഹ്യോ ദേവതാത്മാ ഹിമാലയ ധ്യേയോ രൈവതകോ വിന്ധ്യോ ഗിരിശ്ച അരാവലിസ്തത എന്നിങ്ങനെ നമ്മുടെ ആചാര്യന്മാർ ഈ പർവ്വതങ്ങളുടെ എല്ലാം പേരുകൾ ആയിരത്താണ്ടുകൾക്ക് മുമ്പേ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഈ പർവ്വതങ്ങളെല്ലാം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ നദികൾ, ആ നദികളെല്ലാം നിന്നെ അനുഗ്രഹിക്കട്ടെ. സമുദ്രങ്ങളെല്ലാം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ സമുദ്രത്തിന്റെ രാജാവായിരിക്കുന്ന അതിദേവത വരുണൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അതിവിപുലമായി ഈ പ്രപഞ്ചത്തിന്റെ ഒരു ദർശനം നമുക്കിവിടെ ലഭിക്കും. സമ്പൂർണ്ണ പ്രപഞ്ച പദാർത്ഥങ്ങളും ഈ ഒരൊറ്റ സർഗത്തില് ഇങ്ങനെ പ്രാർത്ഥനാ പുരസ്സരമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ജീവിതവും ഈ പ്രപഞ്ച പദാർത്ഥങ്ങളും തമ്മിലുള്ളതായ അഭേദ്യമായ ബന്ധവും ഇവിടെ കാണാം. ഇന്ന് പ്രകൃതിയെല്ലാം തകർത്തെറിഞ്ഞ് നമ്മൾ ഈ ജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് പടിഞ്ഞാറൻ ആശയം. പ്രകൃതിയെ കീഴ്പ്പെടുത്തുക, അവിടെ പ്രകൃതിയെ ശത്രുസ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത്. പ്രകൃതിയോട് മത്സരിക്കുക, അതിനെ കീഴടക്കുക. ഇത് പ്രകൃതിയോട് മത്സരിക്കലല്ല, പ്രകൃതിയെ കീഴ്പ്പെടുത്തലുമല്ല. പ്രകൃതിയെ മാതാവായി കണ്ട്, പ്രകൃതിയെ ദേവതയായി കണ്ട്, അതാണ് ഭാരതം നമുക്ക് മാതാവാണ്. പലർക്കും ഭാരതം മാതാവെന്ന് പറയുമ്പോഴേക്കും ഇഷ്ടപ്പെടില്ല. ഭാരതം നമുക്ക് മാതാവാണ്. നമുക്ക് നിൽക്കാനുള്ള ഇടം, വസിക്കാനുള്ള ഇടം, നമുക്ക് ഭക്ഷണം, നമുക്ക് വെള്ളം, നമുക്ക് വായു എല്ലാം തരുന്നത് ഈ അമ്മയാണ്. ഒരമ്മ മക്കളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അതേ പ്രകാരത്തിൽ ഈ അമ്മ സകല മക്കളെയും, മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം അതിൽപ്പെടും, വൃക്ഷങ്ങളും വള്ളികളും ഒക്കെ അതിൽപ്പെടും, എല്ലാറ്റിനെയും അനുഗ്രഹിച്ച് സംരക്ഷിക്കുന്നു. എല്ലാവർക്കും വേണ്ടുന്നതെല്ലാം ഈ അമ്മ ഒരുക്കി വച്ചിരിക്കുന്നു, ഈ ഭാരത മാതാവ്. അങ്ങനെ ഈ പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധം, സുദൃഢമായ ബന്ധം, സ്നേഹത്തിലും ആദരത്തിലും പരസ്പര പോഷകത്വത്തിലും അധിഷ്ഠിതമായിരിക്കുന്ന ബന്ധം നമുക്ക് ഈ സർഗത്തിൽ വളരെ സ്പഷ്ടമായിട്ട് കാണാം. വാൽമീകി രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളിലും ഇത് നമുക്ക് നേരിട്ട് അറിയാൻ കഴിയും. ഇവിടെ ഈ സർഗം ഇതിനു വേണ്ടി മാത്രമായിട്ട് വാൽമീകി നീക്കിവെച്ചതായിട്ട് നമുക്ക് തോന്നും. എങ്ങനെയാണ് മനുഷ്യൻ പ്രകൃതിയോട് പെരുമാറേണ്ടത് എന്ന് ഇത് കാണുമ്പോഴേക്കും അറിയാം. ഭാരതീയ സംസ്കാരം അതിൻ്റെ ആ പ്രകൃതിയെ പോഷിപ്പിച്ച്, പ്രകൃതിയെ നിലനിർത്തി, ജീവരാശിയെ നിലനിർത്തുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ ക്രമം, ആദർശം നമുക്ക് ഇവിടെ നേരിട്ട് കാണാനായി സാധിക്കും. വാൽമീകി രാമായണം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ വളരെയേറെ വലുതാണ്. ഇനി എത്ര ആയിരത്താണ്ടുകൾ കഴിഞ്ഞാലും അന്നത്തെ കാലഘട്ടത്തിന് വേണ്ടുന്നതെല്ലാം ഇതിനകത്തുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടുന്നതെല്ലാം ഇതിനകത്തുണ്ട്. ഇതാ ഈ ഒറ്റ സർഗത്തിലെ എങ്ങനെ പ്രകൃതിയോട് മനുഷ്യൻ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ ആ ഉപദേശം മാത്രം മതിയല്ലോ
ഇന്ന് ആഗോളതാപനവും കാലാവസ്ഥയുടെ മറിയലുകളും അതേപോലെ തന്നെ സുനാമികളും കൊടുങ്കാറ്റുകളും ഒക്കെ കൊണ്ട് മനുഷ്യൻ വീർപ്പുമുട്ടുന്നു. എന്നാൽ ഇതെങ്ങനെ തിരുത്താം? സ്വന്തം തെറ്റുകൊണ്ടാണെന്നറിയാം. എങ്ങനെ തിരുത്താം? അതിനാരും തയ്യാറുമല്ല. അങ്ങനെ ജീവിക്കുന്ന ക്രൂരതനായിരിക്കുന്ന ഇന്നത്തെ മനുഷ്യൻ, ആ ഭൂമിദേവിയുടെ തന്നെ സന്താനമായിരിക്കുന്ന മനുഷ്യൻ, ഈ ലോകത്തിന് ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ, തനിക്ക് പോലും ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഇത് കാണിച്ചു തരുന്നു. അങ്ങനെ ആ അമ്മ രാമന് വേണ്ടിയിട്ട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ച് 14 വർഷം കഴിയുമ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ മടങ്ങി വന്ന് തന്നെ വന്ദിക്കുന്നത് കാണാൻ, ആ മുഹൂർത്തം ദർശിക്കാൻ, അത് അനുഭവിക്കാൻ ആഗ്രഹിച്ച് രാമന്റെ ധാർമ്മിക കർമ്മ ആചരണത്തിന് വേണ്ടിയിട്ട് ആ അമ്മ അവിടെ നിന്നിട്ട് യാത്രയാകാൻ അനുവദിക്കുന്നു.